വെറും ഒരു 10 മിനിറ്റ് നടന്നാൽ നിങ്ങളുടെ ഷുഗർ കുറയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കുറയും. പക്ഷേ അത് ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് നടക്കണം. പണ്ടുള്ള ആൾക്കാർ പറയുമായിരുന്നല്ലേ, ഉണ്ടാൽ അരക്കാതെ നടക്കണമെന്ന്. ഈ ഒരു പഴഞ്ചൊല്ലിന് പിന്നിൽ ഇന്നത്തെ മോഡേൺ റിസർച്ച് കൈയടിച്ച് അംഗീകരിക്കുന്ന ഒരു രഹസ്യമുണ്ട്. വെറും ഒരു 10 മിനിറ്റ് ചിലവിട്ടാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ഷുഗർ കുറയ്ക്കുന്ന ഒരു മാജിക് ബട്ടൺ ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു മാജിക് ബട്ടൺ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോൾ, എവിടെ, എങ്ങനെ നടക്കണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. നമ്മൾ ആഹാരം കഴിച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ബോഡിയിൽ? നമ്മൾ ഉദാഹരണത്തിന് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇപ്പം ദോശയോ അല്ലെങ്കിൽ ഇഡലിയോ കാർബോഹൈഡ്രേറ്റ് റിച്ചായ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ശരീരത്തിലെത്തിയിട്ട് ദഹിച്ച് ഗ്ലൂക്കോസ് ആവും അല്ലേ? അപ്പോൾ ഒരു ലോഡ് ഗ്ലൂക്കോസ് നമ്മുടെ ബോഡിയിലേക്ക് വരും. അതിനെയാണ് നമ്മൾ ഗ്ലൂക്കോസ് സ്പൈക്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിലെ പാൻക്രിയാസ് ഈ ഒരു ഗ്ലൂക്കോസിനെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. ഇങ്ങനെ ഒരു ഗ്ലൂക്കോസ് ലോഡ് വരുമ്പോഴത്തേക്ക് ഇൻസുലിൻ അത്രയധികം വേണം. അതിനെയാണ് നമ്മൾ ഇൻസുലിൻ സ്പൈക്ക് എന്ന് പറയുന്നത്. ഈ ഇൻസുലിൻ ഇത്ര കൂടി ബോഡിയിൽ നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ ശരീരത്തിൽ ഈ കിട്ടുന്ന ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും. ഇവിടെയാണ് നമ്മൾ മിക്കവരും ചെയ്യുന്ന ഒരു തെറ്റ്. നമ്മളെന്ത് ചെയ്യും? വയറിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഒന്നുകിൽ മൊബൈൽ നോക്കി അതിന് സോഫയിൽ പോയിരിക്കും, അല്ലെങ്കിൽ ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങാൻ നോക്കും അല്ലേ? അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? നമ്മുടെ ശരീരത്തിന് ഊർജ്ജത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ വരുന്ന ഗ്ലൂക്കോസ് ഫുള്ള് അത് ഫാറ്റാക്കി മാറ്റിയിട്ട് നമ്മുടെ ബോഡിയിലും അല്ലെങ്കിൽ ലിവറിലും അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും അത് സൂക്ഷിക്കും. ഇങ്ങനെയാണ് നമുക്ക് അമിതവണ്ണവും അല്ലെങ്കിൽ ഭാവിയിൽ ഡയബറ്റീസൊക്കെ ഉണ്ടാകുന്നത്. ഇനി എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ക്ഷീണം വരുന്നത്? സാധാരണ നമുക്ക് ഉച്ചയൂണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മയക്കം വരും അല്ലേ? എനിക്കൊക്കെ ആണെങ്കിൽ സ്ലീപ്പിംഗ് പിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ള ഹോട്ടലിലെ ചട്ടിച്ചോറാണ്. അവധി ദിവസങ്ങളിലൊക്കെ അവിടെ നിന്ന് ഉച്ചയ്ക്ക് ചട്ടിച്ചോറ് ഓർഡർ ചെയ്തിട്ട് അത് കഴിച്ചിട്ട് ഒന്ന് കിടന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിച്ചാലും അറിയില്ല. അല്പം പായസം കൂടെ ഉണ്ടെങ്കിൽ ബഹുകേമോ. അപ്പം ഈ ഒരു ക്ഷീണത്തിന് നമ്മൾ മെഡിക്കൽ സയൻസിൽ പോസ്റ്റ് പാൻട്രിയൽ സോണലിൻസ് എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ നമുക്ക് ഫുഡ് കോമ എന്ന് പറയാം. അപ്പം ഇതിൻ്റെ പിറകിൽ 2 സയൻറ്റിഫിക് റീസൺസ് ഉണ്ട്. ഒന്ന്, ബ്ലഡ് ഫ്ലോ ഡൈവേർഷൻ. അതായത് നമ്മൾ ആഹാരം കഴിച്ച് കഴിഞ്ഞിട്ട് അത് ദഹിക്കണം അല്ലേ? അപ്പം ഏറ്റവും കൂടുതൽ വർക്ക് നടക്കുന്ന എവിടെയാണ്? നമ്മുടെ വയറിൻ്റെ ഭാഗത്താണ്. അപ്പം ബ്ലഡ് ഫ്ലോ കൂടുതൽ അവിടേക്ക് വേണം. അതുകൊണ്ട് നമ്മുടെ തലയിലെയും അല്ലെങ്കിൽ കാലുകളിലേക്ക് ബ്ലഡ് ഫ്ലോ ഈ വയറിലേക്ക് കേന്ദ്രീകരിക്കും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ബ്രെയിനിലേക്കുള്ള രക്തോട്ടം കുറയും. അപ്പോൾ നമുക്ക് ചെറിയൊരു മന്ദത അനുഭവപ്പെടും. ഇനി രണ്ടാമത്തെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ സ്വിച്ചിങ് ആണ്. അതായത് നമ്മൾ ആഹാരം കഴിച്ചതിന് ശേഷം നമ്മുടെ ബോഡി ഒരു റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് മോഡിലേക്ക് മാറും. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ശരീരം മൊത്തത്തിലൊന്ന് സ്ലോ ഡൗൺ ആവും. അതിൻ്റെ ഭാഗവുമായിട്ട് നമുക്കിങ്ങനെ ഉറക്കം വരാം. ഇതോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ ചില അമിനോ ആസിഡ്സ്, പ്രത്യേകിച്ചും ട്രിപ്റ്റോഫാൻ, ഇത് നമ്മുടെ ഉറക്കം ഉണ്ടാക്കുന്ന ഹോർമോൺ മെലാറ്റോണിൻ ഹോർമോൺ ഉണ്ടാക്കാൻ സഹായിക്കും. അങ്ങനെ നമുക്ക് ഉറക്കം വരാം. അപ്പോൾ ഈ ചോറ് കഴിച്ചുള്ള ഉറക്കം എല്ലാവരിലും സ്വാഭാവികമാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെ ചോറ് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഇരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളെ മെറ്റബോളിസം സ്ലോ ആവുകയും നമ്മളെ ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ കുറയുകയും ഈ ഗ്ലൂക്കോസ് മുഴുവൻ ഫാറ്റായി മാറുകയും ചെയ്യും. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആ ഒരു മാജിക് ബട്ടൺ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. ഇനി എന്താണ് ആ മാജിക് ബട്ടൺ എന്നല്ലേ? അത് നമ്മുടെ കാലിൽ കാണുന്ന സോളിയസ് എന്ന് പറയുന്ന മസിലാണ്. 2022 സ്പോർട്സ് മെഡിസിൻ എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ മെഡിക്കൽ ജേർണലിൽ ഒരു മെറ്റാ അനാലിസിസ് വന്നു. അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഹാരം കഴിച്ച ശേഷം വെറും 2 മുതൽ 5 മിനിറ്റ് വരെ നടന്നാൽ തന്നെ നമ്മുടെ ഗ്ലൂക്കോസ് സ്പൈക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റുമെന്നാണ്. എന്നാൽ ഇതൊരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാലോ നമ്മളുടെ ഗ്ലൂക്കോസ് സ്പൈക്ക് അല്ലെങ്കിൽ ഇൻസുലിൻ സ്പൈക്ക് ഏകദേശം 15 മുതൽ 30% വരെ കുറയുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. നമുക്ക് സാധാരണയായിട്ട് ഈ ഗ്ലൂക്കോസ് ശരീരത്തിലോട്ട് കയറണമെങ്കിൽ നമുക്ക് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ വേണം. പലപ്പോഴും പലരിലും ഈ ഇൻസുലിൻ ശരിയായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെയുള്ളവരിലാണ് നമ്മൾ പ്രീ ഡയബറ്റീസ് അല്ലെങ്കിൽ ഡയബറ്റീസ് ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ഈ സോളിയസ് മസിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഗ്ലൂക്കോസ് അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസുലിൻ്റെ ആവശ്യമില്ല. അത് മറ്റൊരു പാത്വേ, GLUT4 പാത്വയിൽ കൂടെയാണ് ഇത് അബ്സോർവ് ചെയ്യുന്നത്. അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആൾക്കാരിലും ഈ ഒരു സോളിയസ് മസിൽസ് നന്നായിട്ട് വർക്ക് ചെയ്യും. അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആൾക്കാരിൽ പോലും ഈ സോളിയസ് മസിൽസ് കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഷുഗർ അബ്സോർബ് ആവും. 2022 US ഹസ്റ്റൺ യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനത്തിൽ സൂചിപ്പിക്കുന്നത് നമ്മുടെ കാലുകൾ കോൺട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഗ്ലൂക്കോസ് സിങ്കായിട്ട് ഈ ഒരു സോളിയസ് മസിൽസ് പ്രവർത്തിക്കും. അതിന് ഇൻസുലിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ്. അപ്പം ഇപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ ആഹാരശേഷം ഒന്ന് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസുലിൻ സ്പൈക്ക് കുറയുമെന്ന്. അപ്പം ഇനിയാണ് ഏറ്റവും മേജർ ക്വസ്റ്റ്യൻ, എപ്പോൾ, എവിടെ, എങ്ങനെ നടക്കണമെന്നുള്ളത്. അത് ശരിയായി ചെയ്താൽ മാത്രമേ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മാജിക് ബട്ടൺ ഓൺ ആവുകയുള്ളൂ. ഒന്ന്, ഏത് സമയത്താണ് നടക്കേണ്ടത്? നമ്മൾ ആഹാരം കഴിച്ച് ഒരു 10 മിനിറ്റിനുള്ളിൽ നടക്കണം. കാരണം നമ്മൾ ആഹാരം കഴിച്ച് അതൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ദഹിച്ച് ഈ ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാവും. അതിന് മുന്നേ നമ്മൾ നടക്കണം. അതായത് ആഹാരം കഴിഞ്ഞിട്ട് ഒരു 15 മുതൽ 30 മിനിറ്റിനകത്ത് നമ്മൾ നടന്നിരിക്കണം. എങ്ങനെയാണ് നടക്കേണ്ടത്? ഇനി കുറച്ച് കൂടുതൽ ഗ്ലൂക്കോസ് അബ്സോർബ് ചെയ്യുന്ന വിചാരിച്ച് നമ്മൾ കുറേ എക്സസൈസ് ചെയ്യണോ അല്ലെങ്കിൽ സ്പീഡിന് വിയർക്കുന്ന രീതിയിൽ നടക്കണോ എന്നുള്ള കാര്യമാണ്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ നേരത്തെ കണ്ടു, നമ്മൾക്ക് ഡൈജഷന് വേണ്ടിയിട്ട് നന്നായിട്ട് ബ്ലഡ് വയറിൽ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ നാളെ സ്പീഡ് നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിയർക്കുന്ന രീതിയിൽ നടക്കുക അല്ലെങ്കിൽ കഠിനമായിട്ട് എക്സസൈസ് ചെയ്യുക, ഈ ഒരു സമയത്ത്
ബ്ലഡ് നേരെ നമ്മളെ മസിലിലേക്ക് വരികയും നമ്മുടെ ഡൈജഷൻ ശരിയായിട്ട് നടക്കാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് നടക്കേണ്ടത്? നമ്മൾ സാധാരണ നടക്കുന്ന പോലെ വളരെ സ്ലോ ആയിട്ട് ഒരു 10 മിനിറ്റ് നടക്കുക. ഇനി എവിടെയാണ് നടക്കേണ്ടത്? നമ്മൾ പുറത്തിറങ്ങിയിട്ട് അതിനുവേണ്ടി പ്രത്യേക സ്ഥലം കണ്ടെത്തുകയൊന്നും വേണ്ട. നമ്മൾ വീട്ടിൽ തന്നെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. നമ്മൾ ആഹാരം കഴിച്ച ശേഷം എവിടെയെങ്കിലും പോയി ഇരിക്കുകയോ അല്ലെങ്കിൽ കിടന്നുറങ്ങുകയോ ചെയ്യാതിരിക്കുക. ഒരു 10 മിനിറ്റ് നമ്മൾ നടക്കാൻ നോക്കുക. അതും വളരെ ചെറിയ സ്പീഡിൽ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന പലർക്കും ഒരു ചോദ്യം ഉണ്ടാവും. ഒന്നാമൊന്ന് ഫുഡ് കഴിക്കാൻ പോലും സമയം കിട്ടുന്നില്ല, വളരെ ധൃതി പിടിച്ചാണ് ആഹാരം കഴിക്കുന്നത്, അതിനിടയ്ക്ക് 10 മിനിറ്റ് നടക്കാൻ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വഴിയുണ്ട്. നമുക്ക് ആഹാരം കഴിച്ച ശേഷം നടക്കാൻ പോകാനുള്ള സാഹചര്യമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സീറ്റിൽ ഇരുന്ന് തന്നെ നമുക്ക് ചെയ്യുന്ന 1-2 എക്സസൈസ് ഉണ്ട്. സോളിയസ് പുഷപ്പ് അല്ലെങ്കിൽ കാഫ് പമ്പ്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമുക്കിനി എക്സസൈസ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മളിനി ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് എക്സസൈസ് ചെയ്യുക നോക്കാം. അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുക പോലും ഉണ്ട്, ഇരിക്കുന്നിടത്ത് നിന്ന് തന്നെ നമ്മൾ വർക്കിൻ്റെ ഇടയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത്ര സിമ്പിളാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ 2 കാലും ഒരു ഷോൾഡർ ലെങ്തിൽ ഇങ്ങനെ ഉറപ്പിച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് ഒരു 30 സെക്കൻഡ് നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്യുക. കാല് വീണ്ടും താത്ത് വയ്ക്കുക. വീണ്ടും ഇതുപോലെ വയ്ക്കുക, ഒരു 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. കാരണം ഇങ്ങനൊരു ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു 60 to 90 ml ബ്ലഡ് റിട്ടേൺ പോകുന്നുണ്ട്. ഇനി ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു എളുപ്പമുള്ള എക്സസൈസാണ് കാഫ് പമ്പ്. അത് നമ്മൾ കാലിങ്ങനെ സ്ട്രൈറ്റ് ആക്കി വയ്ക്കുന്നു, നീ സ്ട്രൈറ്റ് ആയിരിക്കണം. അതിനുശേഷം നമ്മൾ ടോ ഇതുപോലെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നു. ഇതുപോലെ ഇങ്ങനെ മൂവ് ചെയ്യുന്നു, മുന്നോട്ടും പുറകോട്ടും മൂവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ സ്ക്യൂസ് ചെയ്യാൻ നമുക്ക് ഫീൽ ആവണം. ഇവിടെ ഇതുപോലെ തന്നെയാണ് ഒരു 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അങ്ങനെ ഒരു 15 to 20 റെപ്സ് ചെയ്യുക, ഒരു 2-3 സെറ്റ്. അപ്പോൾ പണ്ടുള്ള ആൾക്കാർ പറഞ്ഞ ഉണ്ടാൽ അരക്കാതെ നടക്കണം എന്ന പഴഞ്ചൊല്ല്, ആ പഴഞ്ചൊല്ലിൽ പതിരില്ലാതെ നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്തുകൊണ്ടാണ് ആഹാരം കഴിച്ച ഉടനെ ഗ്ലൂക്കോസ് സ്പൈക്ക് വരുന്നത്, ഗ്ലൂക്കോസ് സ്പൈക്ക് വന്നാൽ എന്താണ് പ്രശ്നം വരുന്നത്? അപ്പോൾ നമ്മളെ സോളിയസ് മസിൽ അല്ലെങ്കിൽ ആ ഒരു മാജിക് ബട്ടൺ കൊണ്ട് നമ്മളെ ഇൻസുലിൻ സ്പൈക്ക് കുറയ്ക്കാൻ പറ്റും. എപ്പോൾ, എങ്ങനെ, എത്ര നേരം നടക്കണം എന്നുള്ള കാര്യവും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നടക്കാൻ പറ്റാത്തവർക്ക് ചെയ്യാവുന്ന സോളിയസ് പുഷപ്സും നമ്മൾ കണ്ടു. അപ്പം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊരു ഹാബിറ്റാക്കി എടുക്കുക. ആഹാരം കഴിച്ച ഉടനെ എവിടെയെങ്കിലും പോയി ഇരിക്കുകയോ അല്ലെങ്കിൽ കിടന്നുറങ്ങുകയോ ചെയ്യാതിരിക്കുക. കൂടെയുള്ളവരെയും ഇതിനെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ അവർ നാളെ നമ്മളെയും പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ ഒരു ഹാബിറ്റായി മാറും. അപ്പോൾ ഒരു ചെറിയ കാര്യത്തിലൂടെ നമുക്ക് നമ്മുടെ ഇൻസുലിൻ സ്പൈക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഡയബറ്റീസിനെ പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾക്കിനി എന്തെങ്കിലും സംശയം ഇതേക്കുറിച്ചുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. മറ്റൊരു നല്ല ഹെൽത്തി വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം.